എനിക്ക് സീറ്റ് തരാഞ്ഞത് നിങ്ങളടുത്ത് പറയണോ? നിങ്ങളാരാ? നിങ്ങൾക്ക് BJP അത്ര വലിയ സ്നേഹമുണ്ടോ? അല്ല, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞാൽ അടുത്ത തവണ മലമ്പുഴ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാം. നിങ്ങൾ പേരുടക്കെ BJPയുമായി ഒരു ബന്ധവുമില്ല. ഏതെങ്കിലും മദ്യഷാപ്പിൽ പോയി ആരെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് അതിനെയും കൊണ്ട് ഒപ്പുപോകാൻ വന്നാൽ അതിൻ്റെ അതല്ല. പിന്നെ 117 പേര് പറഞ്ഞു. അവരെന്താ പറഞ്ഞ സ്ത്രീ, ഞങ്ങൾ ആളെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. എന്താ ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് വോട്ട് ചെയ്യുക? 100 വോട്ട് കിട്ടുന്ന ഭാഗത്ത് 109 വോട്ട് കിട്ടുമായിരിക്കും. അതല്ല, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. CPM എന്നുള്ള പാർട്ടി ഇവിടെ ഇല്ലവേ ഇല്ല. ഡെപ്പോസിറ്റ് വാങ്ങാനുള്ള സംഖ്യയല്ല, 2 അക്കത്തിൽ RSSനാണ് പരാതി നൽകിയത്. അത് വേറെ പാർട്ടിക്കാരല്ല, BJPക്കാരാണ് ഇത്തരത്തിൽ ഒപ്പിട്ട് പരാതി നൽകിയത്. RSSന് പരാതി. RSS അല്ലല്ലോ സ്ഥാനാർത്ഥി നിശ്ചയിക്കുക. സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് BJP ആണെന്ന്. BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. BJPയുടെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് പരാതി പോയത്. ആര് പറയാ? കോൺഗ്രസ് BJPയുടെ തന്നെ ഒരു നേതാവായിരുന്നില്ല അവർ അയൽക്കൂട്ടത്തിൻ്റെ നേതാവാണ്. BJPയുടെ നേതാവ് എനിക്കറിയും. അവരേതെങ്കിലും അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റിനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആൾക്കാർ മാറുകയല്ലേ. ഇത് റെക്കോർഡ്. പാലക്കാട് നഗരത്തിൽ BJP ഇപ്പോൾ തന്നെ 18 വാർഡിൽ ജയിച്ചു കഴിഞ്ഞു. അതിന് എതിരാളികളേ ഇല്ല. ഈ 18 വാർഡിലെതിരായിട്ട് നമുക്ക് 6-7 സീറ്റ് പിടിക്കേണ്ടു ഭരണത്തിൽ വരാൻ. അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ 44-ാം വാർഡിലെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇന്നലെ ഒപ്പ് വാങ്ങുന്ന ആളുകളെ BJPക്കാരെല്ലാം അറിയില്ല എന്നാണ് പറയുന്നത്. അറിയില്ല. ഞാൻ പറഞ്ഞിട്ടെ, BJP സംഘടനാ പ്രവർത്തനത്തില്ല. ഏതെങ്കിലും ആൾക്കാരെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി 4 പെഗടിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊന്നും BJP അവരടുത്ത് പോയി ചോദിക്കും. ഞാൻ ഇവിടെ വന്നുടനെ ഞാൻ അയച്ചു. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് കാട്ടിയതില്ല, എഴുത്ത് മിണ്ടാണ്ട് പോയി. എനിക്കിതിലൊന്നും പേടിയില്ല. ഇതിനെ കാട്ടിയ പ്രതിസന്ധികൾ ഞങ്ങൾ അതിജീവിച്ചതാണ്. ഇത്തരത്തിലൊരു പ്രവർത്തനം അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ ജയിക്കുക, ഭൂരിപക്ഷത്തിൽ ജയിക്കുക. അതിന് ശിവരാജേട്ടൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പാലക്കാട് BJPയിൽ നിലനിൽക്കുന്ന വലിയ വിഭാഗീയത, അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ ഏകപക്ഷീയമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായി. അതിന് ആകെ 1-2 പേരെയാണ് ഇപ്പുറത്തുനിന്ന് പരിഗണിച്ചത്. ആ ആളെ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അത് പറയണ്ടേ? പരിഗണിച്ചത്. അപ്പം പരിഗണിച്ച ആളുകളെ പോലും വെട്ടി നിർത്താൻ നോക്കുന്നത് അത് അപകടം പിടിച്ചൊരു കാര്യമാണ്. പറയാൻ വിട്, എല്ലാവരും കൂടി പറയണ്ട. ഇവിടെ മറ്റേ പക്ഷം പറഞ്ഞ ഏതാണ്? ഇവിടെ ഒരു പക്ഷമേ ഉള്ളൂ, TP നമ്മുടെ ചന്ദ്രശേഖരൻ്റെ പക്ഷം, രാജീവ് ചന്ദ്രശേഖരൻ്റെ പക്ഷം. ഞങ്ങളെല്ലാവരും കൂടി JP നട്ടയുടെ പക്ഷമാണ്. ഇവിടെ കൃഷ്ണദാസ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ പ്രമീള ശശിധരൻ എന്തുകൊണ്ടായിരിക്കും? അത് നിങ്ങൾ പ്രമീള ശശിധരനടുത്ത് ചോദിക്കൂ, ഞാനല്ല ഉത്തരം പറയേണ്ടത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം ജില്ലാ അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എനിക്ക് സീറ്റ് തരാഞ്ഞത് നിങ്ങളടുത്ത് പറയണോ? നിങ്ങളാരാ? നിങ്ങൾക്ക് BJP അത്ര വലിയ സ്നേഹമുണ്ടോ? അല്ല, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞാൽ അടുത്ത തവണ മലമ്പുഴ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാം. നിങ്ങൾ പേരുടക്കെ കൈരളിക്ക് ഇത്ര വലിയ ശരിയല്ലേ? ഞാൻ മരിക്കുന്ന പോലെ കൗൺസിലറായിരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഉണ്ടാവില്ല. ഈ ചെറുപ്പക്കാർ മത്സരിക്ക് ജയിച്ചോട്ടെ. എന്നപ്പോൾ ഞാൻ മരിക്കുന്ന പോലെ കൗൺസിലാകാൻ എൻ്റെ പാർട്ടി എഴുതി തന്നിട്ടൊന്നുമില്ല. അതൊന്നും പ്രശ്നമില്ല. ശിവരാജേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആരൊക്കെയോ അങ്ങനെ ഒരു ഒപ്പ് ശേഖരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവത്തോടു കൂടി വക്കീൽ കാണുന്നില്ലേ? അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ പാർട്ടിയുടെ ലേബിൾ വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ലെറ്റർ പാഡിലോ പാർട്ടിയുടെ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളോ അല്ല ഇതിനിറങ്ങിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് സ്പോൺസേർഡ് ആയിട്ടുള്ള ചില ആളുകൾ കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കമ്മീഷൻ ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പല വിധത്തിലുള്ള കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട്. എൻ്റെ അപേക്ഷ, നിങ്ങൾ ദയവായിട്ട് വേണ്ടാത്ത വിധത്തിൽ അത് അനുമാനിക്കരുത് എന്ന് മാത്രമേ എൻ്റെ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിച്ചു.